ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു കഥയായിട്ടാണ് വന്നത്. നല്ലൊരു കഥയാണ്. പക്ഷെ എനിക്ക് കഥ അങ്ങനെ പറയാൻ അറിയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ചില തെറ്റുകളൊക്കെ കഥ പറയുമ്പോൾ സംഭവിക്കും. അത് നിങ്ങളൊന്ന് ക്ഷമിച്ച് കളയണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം, ഫോളോയും ചെയ്യണം, മറന്നു പോകരുത്. ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. രവി എന്ന് പറയുന്ന ഒരാളിന് അദ്ദേഹം രാവിലെ ജോലിക്ക് പോവുകയാണ്. ഭാര്യയെടുത്ത് യാത്രയൊക്കെ ചോദിച്ച് ഒരു 7:30 ആയപ്പം വീട്ടിൽ നിന്ന് ബൈക്കും എടുത്ത് അദ്ദേഹം പോവുകയാണ്. ബൈക്ക് ഓടിച്ച് കുറച്ചങ്ങ് ദൂരെ ചെന്നപ്പോൾ ഒരു റോഡരികിൽ കുറേ ആളുകൾ റോഡിന് വെളിയിലും മതിലിലും ഒക്കെ നോക്കി ഒരു വീട്ടിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഒരു പോലീസ് വണ്ടി ആ വീട്ടിൻ്റെ മുറ്റത്തും കിടക്കുന്നു. അപ്പോൾ ഈ രവി അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്നൊരാണ്ടോടെ ചോദിച്ചു, എന്താ ഇവിടെ? അത് ഇവിടുത്തെ ആൾ മരിച്ചുപോയി. ഇത് രാമചന്ദ്രൻ സാറിൻ്റെ വീടല്ലേ? അതെ, ആ മനുഷ്യൻ തന്നെ മരിച്ചത്. അതിനെന്താ പോലീസ്? അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ്. ആര് കൊലപ്പെടുത്തി? അത് ചെറുമോനാണ്. രവി ഞെട്ടി. ചെറുമോനോ? അദ്ദേഹത്തെ കൊന്നത്? അതെ, ചെറുമോനാണ്. എന്തിനാണ് കൊന്നത്? അതെനിക്കറിയില്ല കേട്ടോ. ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ആൾ കൂടി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാനിവിടെ ഇറങ്ങി ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാളിനെ കൊന്നു എന്ന് പറഞ്ഞു. അത് ചെറുമോനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ രവി ആ വണ്ടി എടുത്ത് അങ്ങോട്ട് ഒരിടത്ത് ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ വീട്ടിലോട്ട് നടന്നു ചെന്നപ്പോൾ അവരുടെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാ ആളുകളും അവരുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ നിൽക്കുന്നു. അപ്പോൾ രവി അടുത്ത വീട്ടിലെ അയൽക്കാരൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ചോദിച്ചു, എന്താ പിന്നെ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അത് രാമേന്ദ്രൻ സാറിൻ്റെ ചെറുമോൻ അദ്ദേഹത്തെ കൊന്നു. അതൊരു നല്ല പയ്യനല്ലേ? ആ പയ്യൻ്റെ പേര് രാഹുൽ എന്നാണ്ടല്ലേ? ആ, രാഹുലാണ്. ആ പയ്യൻ വലിയ പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ. അല്ല, നമുക്കൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. അവൻ നമ്മളെയൊക്കെ കാണുമ്പോൾ മിണ്ടത്തൊന്നുമില്ല, എന്നാലും ചിരിച്ചുകൊണ്ട് പോവും. വലിയ പ്രശ്നമായിട്ട് ഒന്നുമില്ല. കാണുമ്പോൾ നമ്മളെയൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അല്ലാതെ വലിയ പ്രശ്നം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ഒരു കുഴപ്പവുമില്ല. സാറും നല്ലൊരു മനുഷ്യനാണല്ലോ. തന്നെ സാറ് നല്ലൊരു മനുഷ്യനാണ്, ഉപകാരിയാണ്, എല്ലാവരോടും നല്ല സ്നേഹമാണ്. എന്ത് സംഭവിച്ചു? അത് ഇന്നലെ രാത്രി പിടിവലിയിലിടയിൽ രാമചന്ദ്രൻ സാറിനെ രാഹുൽ തള്ളി അദ്ദേഹത്തിൻ്റെ തലയിടിച്ചു മരിച്ചെന്നാണ് മോള് ഞങ്ങളൊക്കെ വന്നപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം ശ്യാമളയുടെ കരച്ചിലവിടെ കേൾക്കുന്നു, ഒച്ചത്തിൽ കേൾക്കുന്നു. അപ്പം രവി പറഞ്ഞു, അയ്യോ, അച്ഛനൊന്നും ഇല്ലാതെ വളർത്തിയതല്ലേ. ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായപ്പോൾ ഭർത്താവ് അപകടത്തിൽ മരിച്ചു. പിന്നെ ഈ രാമചന്ദ്രൻ സാറാണ് ഈ കുട്ടികളെ വളർത്തിയത്. മോള് വേറെ കല്യാണം കഴിച്ചതുമില്ല. അന്ന് തൊട്ടേ ഈ എല്ലാ സ്നേഹവും അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും എല്ലാ സ്നേഹം കൊടുത്ത് ഈ രാമചന്ദ്രൻ സാറാണ് ഈ 2 കൊച്ചുങ്ങളെയും വളർത്തിയത്. എന്നാലും ഈ കൊച്ചങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്ന് രവി അവിടെ നിന്ന് അയൽക്കാരോട് പറഞ്ഞു. എന്ത് പറയാനാ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിരിക്കും എന്ന് ആ അയൽവാസിയും പറഞ്ഞു. അങ്ങനെ അപ്പോഴാ ആംബുലൻസ് വരുന്നു ജഡം കൊണ്ടുപോകാൻ. അങ്ങനെ അതിൽ ആംബുലൻസിനകത്ത് ജഡം കയറ്റി കൊണ്ടുപോകണു. ശ്യാമള നിലവിളിക്കുന്നു. അപ്പോൾ ചോദിച്ചു, പയ്യനോ എന്ന് അയൽവാസിയോട് ചോദിച്ചു. കുറച്ച് മുമ്പ് പോലീസുകാർ വന്ന് കസ്റ്റഡിയിലെടുത്ത് അവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അവൻ ഞങ്ങളെയൊക്കെ ഒന്നും നോക്കിയില്ല, കുനിഞ്ഞ് ഒന്നും മിണ്ടാതെ കയറിപ്പോയി, ആരെയും മുഖത്ത് നോക്കുന്നില്ല എന്ന് പറഞ്ഞു രാഹുലും. അങ്ങനെ രവി കുറച്ചിങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ രവിയുടെ അടുത്ത് 2 പേരുണ്ട്. അപ്പോൾ ഒരാൾ അവരെ ബന്ധുവാണെന്ന് തോന്നുന്നു, വന്നിട്ട് ചോദിച്ചു, ചെറുമോളിഞ്ഞ് വന്നോ? ഇല്ല, വന്നില്ല, അവൾ ദൂരെ നിന്ന് പഠിക്കുകയല്ലേ. അറിയിച്ചോ? അറിയിച്ചു, അവളിപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു. ബോഡി കൊണ്ടുപോയോ? ബോഡിയൊക്കെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്ന് സംസാരം. ഇങ്ങനെ രവി എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ഇത് എന്താ സംഭവിച്ചതെന്ന് രവിക്കും അറിയാനുള്ള ഒരു ത്വര. അങ്ങനെ രവി കുറച്ച് നേരം നിന്ന്. അപ്പോഴാ രവിക്കറിയാവുന്ന അവർ ഒരു സ്വന്തത്തിലുള്ള ഒരാൾ, അടുത്ത അയൽക്കാർ അവിടെ നിൽക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്താ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? നല്ല ആളുകളല്ലേ? ആ രാമചന്ദ്രൻ സാറ് നല്ല സ്വഭാവമുള്ള പയ്യന്, വലിയ പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ. അപ്പോൾ ആ ആൾ പറഞ്ഞു, ഇന്നലെ
രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അവന് ടൂർ പോകാൻ കുറച്ച് പൈസ വേണമെന്ന് ചോദിച്ചു. അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മേരെ ഇല്ല. അങ്ങനെ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൂപ്പൻ്റെ ഇല്ലെന്ന് പറഞ്ഞു. ഇവൻ കൂട്ടുകാരുമായിട്ട് ടൂർ പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരെയും പൈസയുണ്ട്, ഇവൻ്റെ കയ്യിൽ മാത്രമില്ല എന്ന് പറഞ്ഞ് ഇവൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ എന്ന് വെച്ച് ഇവൻ ചെന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞ് എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ ചെന്ന് കൊടുക്കാത്ത ദേഷ്യത്തിന് അലമാരിയിൽ നിന്ന് പൈസ എടുത്ത് അപ്പോൾ അപ്പൂപ്പൻ തന്ത ചെന്ന് പിടിച്ചപ്പോൾ ഇവർ തങ്ങളെ പിടിവലിയിൽ ഇവൻ അപ്പൂപ്പൻ തന്തയെ പിടിച്ചൊരു തള്ളു കൊടുത്ത് ആ തള്ള് സ്പീഡിന് പോയി ഇടിച്ച് അപ്പൂപ്പൻ തന്ത അപ്പോഴേ കമിന്ന് വീണ്. ആ ഒരു വീഴ്ചയിൽ തന്നെ അപ്പൂപ്പൻ തന്ത അപ്പോഴേ ബോധം കെട്ട് അപ്പോഴ് തന്നെ മരിച്ചു. അപ്പം ശ്യാമള കിടന്ന് നിലവിളിച്ചു. നാട്ടുകാരെല്ലാം ഓടി വന്നു. നോക്കിയപ്പോഴത്തേക്ക് അപ്പൂപ്പൻ തന്ത മരിച്ചു. ശ്വാസമൊക്കെ നോക്കിയപ്പോഴത്തേക്ക് തന്നെ അപ്പൂപ്പൻ തന്ത മരിച്ച് തല പൊട്ടി. രാഹുൽ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നു, ഒന്നും ചെയ്യാതെ. ഒന്നും അവൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയി. പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ അവിടെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു വിളിച്ചു. തള്ള നീ കൊന്നോ എന്ന് ശ്യാമള ചോദിക്കുന്നു. നീ എന്തിനടാ എൻ്റെ അച്ഛനെ കൊന്നിയെന്ന് ചോദിക്കുന്നു. രാഹുൽ ഭയങ്കര കരച്ചിൽ. പക്ഷെ അവൻ അബദ്ധം പറ്റിയതാണ്, അവൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അവരെ ബന്ധു ഈ രവിയോട് പറഞ്ഞു. രവി അങ്ങനെ അവിടെ നിന്ന് ആലോചിച്ചു. നല്ലൊരു പയ്യൻ, 10-25 വയസ്സ് ഉള്ളൊരു പയ്യൻ, അവൻ്റെ ഭാവി പോയില്ലേ, ഇനി അവൻ്റെ ജീവിതം ജയിലിലല്ലേ, അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് മനസ്സുകൊണ്ട് ഓർത്ത് വിഷമിച്ച് രവിയുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. വണ്ടി എടുത്തുകൊണ്ട് രവി ജോലി സ്ഥലത്തേക്ക് പോയി. കഥ ഇവിടെ തീരുന്നു. ഇനി അടുത്ത കഥയുമായി വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.